ഹലോ കൂട്ടുകാരെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അച്ചൂസ് വ്ളോഗ്. ഞാൻ ലക്ഷ്മിയാണ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ പതിവ് പോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ പറ്റിയ 10 രൂപ മുതൽ തുടങ്ങുന്ന ചെടികളാണ് ഇന്നത്തെ വീഡിയോയിലും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രീ പ്ലാന്റ്സ്, അന്ന് നമ്മൾ ആദ്യത്തെ 2-3 വീഡിയോ ഫ്രീ പ്ലാന്റ്സ് ആയിരുന്നു. ആ സമയത്ത് ഇട്ട ഷോർട്സിൽ ഇപ്പോഴും വന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഫ്രീ പ്ലാന്റ്സ് തരുമെന്ന്. അതുകൊണ്ടാണ് നമ്മളെല്ലാ വീഡിയോസിലും ഫ്രീ പ്ലാന്റ്സ് ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 10 രൂപ മുതലുള്ള കുറേ അധികം ചെടികൾ എല്ലാ വീഡിയോസിലും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 10-100 രൂപയുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ വാങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിടുക. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല, പ്രൈസ് ഇത് പറയുന്നുണ്ട്. പിന്നെ കൊറിയർ ചാർജൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ പ്ലേസും കൂടെ അപ്പോൾ തന്നെ പറയുക. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മളുടെ റെഡ് പ്ലാന്റ് നോക്കിക്കേ. നമ്മുടെ നേരത്തെ ആ മുൻഭാഗത്ത് മുഴുവൻ റബ്ബർ ആയിരുന്നപ്പോഴേ കളർ ഇത്രയില്ലായിരുന്നില്ലേ. മുൻപ് എന്ന് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം, അന്ന് ഇത് കുറച്ച് നരച്ച കളറായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ. ഇതിലും എന്നെ ഞെട്ടിച്ചത് നമ്മളുടെ അരേലിയയുടെ കളറാണ് കേട്ടോ. പച്ച കളറിലിരുന്ന അരേലിയാസാണ്. ഇപ്പോൾ നോക്കിയാൽ എന്തോ കളറാണെന്ന് നോക്കിയാൽ നല്ല മഞ്ഞ കളറായിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഗോൾഡൻ അരിയയിലേക്ക് ഈ ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് വേണം. അപ്പോൾ നമുക്ക് പ്ലാന്റ്സിലേക്ക് പോകാം. ജേഡിൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് 30 രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ. ഈ സെയിം സൈസ് തന്നെയുള്ള പ്ലാന്റ്സാണ്. പിന്നെ ഒരു അച്ചിൽ വാർത്തെടുക്കുന്നതല്ലാത്തത് കൊണ്ട് ചെറിയ ഇതിലൊക്കെ വ്യത്യാസം വരും. എങ്കിലും ഓൾമോസ്റ്റ് ഈ ഒരു സൈസ് തന്നെയാണ്. ഇത് 50 രൂപയാണ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് നമ്മളുടെ 70 രൂപയാണ്. ഈ ഒരു പ്ലാന്റ്സിന് നമുക്ക് 70 രൂപയാണ്. അപ്പോൾ 70, 50 എത്രയാണ്, 30. അപ്പോൾ 3 സൈസിലുള്ള ജേഡ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ ഉള്ള പൈസ അനുസരിച്ച് വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ നിയോൺ പോത്തോസ് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഈ ഒരു നിയോൺ പോത്തോസ് ഉണ്ടോ, ഇത് വലിയ ഇലകളുള്ള നിയോൺ പോത്തോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഫിലാഡൻഡ്രോണിൻ്റെ ഒക്കെ വലിയ പ്ലാന്റ്സുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്, അല്ലെങ്കിൽ മോൺസ്റ്ററുടെ ഒക്കെ പ്ലാന്റ്സ് പോലെ വലിയ ഇലകൾ വരുന്ന, ഞാൻ അങ്ങനെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ചെറിയ പ്ലാന്റ്സ് വേണമെങ്കിൽ 40. അപ്പോൾ ഈ വലിയ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ 60 രൂപ. ഓക്കെ, അടുത്തത് നമ്മളുടെ സ്പൈഡർ പ്ലാന്റ് ആണ്. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വയ്ക്കുക. 20 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം പൂക്കാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊരു നമ്മളൊരു വലിയ പോട്ടിലേക്ക് മാറ്റുമ്പോൾ പെട്ടെന്ന് പോരും. അപ്പോൾ നമ്മളുടെ ഈ അഗേവി പ്ലാന്റ്സിന് നമ്മൾ 130 രൂപ റേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബേബി പ്ലാന്റ് 130 രൂപ കൊടുത്തിട്ട് വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലാത്തവർക്ക് ഇത് വാങ്ങിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 20 രൂപയ്ക്ക് വലിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അപ്പോൾ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, അതല്ല ഞാൻ പറഞ്ഞത്, കുറേശ്ശെ നമ്മളിങ്ങനെ പ്ലാന്റ്സുകളൊക്കെ ചെറിയ പ്രൈസ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറേ അധികം പ്ലാന്റ്സുകൾ കാണും. അപ്പോൾ ഇത് നമ്മളുടെ ജിഫി ബാഗിൽ വന്നിട്ടുണ്ടായിരുന്ന സിങ്കോണിയമാണ്. ഇപ്പോൾ സിങ്കോണി ഞാൻ പോട്ടിലൊക്കെ നട്ട് കുറച്ച് ബുഷി പ്ലാന്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ഇത് വലിയ പ്ലാന്റ് ആവുന്നതല്ല, ചെറിയ പ്ലാന്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ബുഷായിട്ട് വരുന്ന പ്ലാന്റാണ്. നമ്മളുടെ ഈ മയൂരി പ്ലാന്റ് അല്ലെങ്കിൽ ഫോക്സ് ടെയിൽ ഫേൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിന് വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 200 രൂപയാണ്. അപ്പോൾ 200 രൂപ ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റ് വാങ്ങാം. ചെറിയ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്ന ഭയങ്കര സ്പീഡാണോ? ഈ വീഡിയോസ് ഭയങ്കര കുറേ പ്ലാന്റ്സ് കാണിക്കുമ്പോൾ കുറേ നീളം കാണത്തില്ലേ. അപ്പോൾ അതങ്ങനെ നീണ്ട് പറഞ്ഞു പോകുമ്പോൾ എനിക്കെന്താ ബോറടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനും ബോറടിക്കത്തില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്. പിന്നെ റേറ്റൊക്കെ മണ്ടൊക്കെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. ഇത് ഫിലാഡൻഡ്രോണിൻ്റെ മൂൺഷൈൻ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. നേരത്തെ ഇത് ജിഫി ബാഗിലുണ്ടായിരുന്നതാണ്. ഇതിൽ അഡ്വൈസ് കുറേ തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് 100 രൂപയ്ക്കാണ്. ഇതും ജിഫിയിലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പോട്ടിലാക്കി, ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. ഇത് 3-4 വെച്ചിട്ട് ഓരോന്നിൻ്റെ ഉള്ളൂ. അപ്പോൾ ആദ്യം പറയുന്നവർക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ്. നമ്മുടെ ട്രീ ഫേൺ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ്. സിങ്കോണിയം ബ്രോൺസ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് അല്ല സെയിലിനുള്ളത്. ഈ പ്ലാന്റ് നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കാണിച്ചാൽ നമ്മുടെ ഡിസ്പ്ലേ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തോ മ്യൂട്ടേഷൻ സംഭവിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ വരുന്നത് ചുവന്ന കളറിലാണ്. എന്താണോ എന്തോ. അപ്പം ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഈ സെയിം പ്ലാന്റാണ് 40 രൂപ തന്നെ കേട്ടോ. 40 രൂപയ്ക്ക് നല്ല വൃത്തിയായിട്ടുള്ള പ്ലാന്റ് ഉണ്ട്. 40 രൂപയ്ക്ക് ബ്രോൺസ് സിങ്കോണിയം. അടുത്തത് നമ്മളുടെ ബോർഡർ ഗ്രാസ് ആണ്. ബോർഡർ ഗ്രാസ് നോക്കിയാൽ എത്ര ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. കുറേ തൈകളൊക്കെ ഇങ്ങനെ അതിന് വേരുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ തറയിൽ ഇങ്ങനെ മുട്ടിക്കിടക്കുന്ന ഒരു ഇതിലുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. 20 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ചട്ടികളിലാക്കി വയ്ക്കാം. അത്രയ്ക്ക് വേരുകൾ വന്നിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപ. അടുത്തായിട്ട് നമ്മളുടെ വരുന്നത് സിങ്കോണിയമാണ്. സിങ്കോണിയം നോർമൽ വെറൈറ്റിയാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. ഇതിന് ഇങ്ങനെയുള്ള ഇലകളല്ല, വലിയ ഇലകളാണ്.
അടുത്തായിട്ട് നമ്മളുടെ വരുന്ന ഫിലാഡെൻഡ്രോൻ്റെ ലെമൺ ലൈം എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ വിലയാണ് നമ്മൾ പറഞ്ഞത്. ഈ ഞാനിപ്പോൾ കായ്ക്ക് പിടിച്ചേക്കുന്ന ഒരു പ്ലാന്റിൽ ആ ഒരു പ്ലാന്റിന് 20 രൂപ റേറ്റാണ് നമുക്ക് വരുന്നത്. അടുത്തത് നമ്മളുടെ ഇത് ഫിലാഡെൻഡ്രോൻ്റെ സെനഡു എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. നമ്മൾ നേരത്തെ ജിഫിയിലുണ്ടായിരുന്ന ചെറിയ പ്ലാന്റ് 70 രൂപയ്ക്കായിരുന്നു കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ വലിയ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അപ്പോൾ നല്ല വർത്തിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇൻഡോറിനൊക്കെ അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ CC പ്ലാന്റ് ബ്ലാക്ക് ഒക്കെ വാങ്ങണമെങ്കിൽ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഒരു ചെറിയ പ്ലാന്റ് നമ്മളൊരു പോട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ 300 രൂപ റേറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിന് 120 രൂപ കൊടുക്കാം. അപ്പോൾ 120 വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റെ ചെറുതും നമ്മൾ 50 രൂപയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇതൊക്കെ വലിയ പ്ലാന്റ് വാങ്ങി വെക്കണം എന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മൾ കുറേശ്ശെ ഇങ്ങനെ പ്ലാന്റ്സൊക്കെ വെച്ച് അത് വളർന്ന് വന്ന് പന്തലിച്ച് അത് വലുതാകുന്ന കാണുന്നൊരു പ്രത്യേക സുഖമാണ്. ആ ഒരു സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റ് തന്നെ വെക്കണം. പിന്നെ ക്ഷമയില്ലാത്തവർക്ക് വലിയ പ്ലാന്റ് തന്നെ വെക്കണം. എനിക്ക് അങ്ങനെയാണ്, ക്ഷമയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെടിയൊക്കെ വാങ്ങിച്ച് വെച്ച് പെട്ടെന്ന് പൂക്കണം, കായ്ക്കണം, ഇങ്ങനെ ഒരു ഇതുള്ള. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ വലിയ പ്ലാന്റ് തന്നെ അതിൻ്റെ ഭംഗി അപ്പത്തൊട്ടേ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പ്ലാന്റ്സ് വാങ്ങിച്ച് വെക്കണം. പിന്നെ ഈ ചെറിയ പ്ലാന്റ് വെച്ച് അത് പൂവിട്ട് നമ്മളിങ്ങനെ നോക്കി നമ്മുടെ പിള്ളേരെ നോക്കുന്ന പോലെ നോക്കിയിരുന്ന് അതൊരു പ്രത്യേക സുഖമാണ്. അങ്ങനെയുള്ള ചെടികളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതിനൊരു പ്രത്യേക സ്നേഹം നമുക്ക്. അങ്ങനെ വരുന്ന പ്ലാന്റ് അതിപ്പോൾ നശിച്ചൊക്കെ പോകുമ്പോൾ എന്തോ സങ്കടമാണെന്നറിയാമോ. നമ്മളുടെ ഈ പ്ലാന്റൊക്കെ ഞാൻ ഈ കഥ പറഞ്ഞതിനിടയ്ക്ക് കുറേ പ്ലാന്റൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആ മുകൾ ഭാഗത്ത് റേറ്റ് കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളുടെ സഫാരി ഫൈക്കസ് ആണ്. സഫാരി ഫൈക്കസ് ഒക്കെ നല്ല മൂവ്മെൻ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. കുറേ പ്ലാന്റ്സ് ഈ പ്രാവശ്യം പോയേ. അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് 90 രൂപയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് അല്ലേ. ഇനി ട്രയാങ്കിൾ ഫൈക്കസ് ട്രയാങ്കുലാരിസ് എന്നൊക്കെ പറയും കേട്ടോ. ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. ഇതിനൊക്കെ നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് വയ്ക്കണം. എന്നും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. പക്ഷെ നല്ല രസമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് ഈ ഫൈക്കസിൻ്റെ ഈ ഒരു വെറൈറ്റി സ്റ്റാർലൈറ്റ് ഫൈക്കസ്. നമ്മളുടെ ബ്ലൂ ഡെയ്സിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. നല്ല ബുഷി പ്ലാന്റ് ആണ്. നോക്കിയാൽ എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് നോക്കിയാൽ 50 രൂപ റേറ്റാണ് ഇതിന് വരുന്നത്. ഇതിന് അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. എന്നും പറഞ്ഞ് ചുട്ടുകൊള്ളുന്ന തീയിലൊന്നും കൊണ്ട് വെക്കേണ്ട. എങ്കിൽ അത്യാവശ്യം ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. എങ്കിലേ പൂവൊക്കെ ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നമുക്ക് പൂക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് തൂക്കിയിടാം. അടുത്ത് നമ്മളുടെ സ്നോ റോസിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾ ആ പ്ലാന്റ് നോക്കുമ്പോൾ തന്നെ അറിയാം എത്ര വലുപ്പമുള്ള പ്ലാന്റ് ആണെന്ന്. ചെറിയ കുഞ്ഞി പ്ലാന്റ്സ് അല്ല, നല്ല വലുപ്പമുള്ള. എനിക്ക് വെക്കാൻ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് അങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. ഈ കുഞ്ഞു പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ സാധനം തന്നെ അത് വരുമ്പോൾ വളർന്നു വരാൻ കുറേ സമയം എടുക്കത്തില്ല. അപ്പോൾ അത് ക്ഷമയില്ല. ദാസപ്പൻകുട്ടി എനിക്ക് ക്ഷമയില്ല. അടുത്ത നമ്മുടെ ഡുരാന്ത പ്ലാന്റ്സ് ആണ്. ഡുരാന്ത പ്ലാന്റ്സ് ഒരു ബോർഡറൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാ ലുക്കായിരിക്കും എന്നറിയാമോ. കുറേ പ്ലാന്റ്സ് അടുപ്പിച്ച് വെക്കണേ. അപ്പോൾ നമ്മൾ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും അത് കാണും. നമുക്ക് വേറെ ഒരു ചെടി അവിടെ വെക്കേണ്ടിയേ വരത്തില്ല. ദുരാന്ത വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈഫുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ കട്ടിങ്ങൾ നമുക്ക് വെക്കാം. നമ്മളുടെ ഗോൾഡൻ അരേലിയ നമ്മൾ ആദ്യം കാണിച്ചില്ലേ, നമ്മുടെ തുടക്കത്തിൽ തന്നെ ഗോൾഡൻ അരേലിയ. ആ ഗോൾഡൻ അരേലിയാണിത്. 60 രൂപയാണ് കേട്ടോ. നമ്മളുടെ പാല, മിനിയേച്ചർ പാല നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഈ പാലയുടെ വലിയ സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമാണ്. ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല രസമാണ്. പുഴുശല്യമുണ്ട്. പിന്നെ ഇത് നമ്മൾ ഡെസ്മോഡിയം എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ്. നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. നിങ്ങൾ നട്ടുച്ച വെയിലത്ത് കൊണ്ടുവച്ച് കിളിപ്പിക്കാവുന്ന ഒരു ചെടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നല്ല ലൈറ്റ് കിട്ടിയാൽ നല്ല യെല്ലോ കളറ് കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂറസൻ ഗ്രീൻ പോലെ ഇരിക്കും. ഇത് ഫർക്കേറിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ്. നമ്മൾ ലോണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ടയറൊക്കെ വെച്ചിട്ട് അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റും വേറെ കല്ലുകളൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ അഗേവ് പോലെ തന്നെയാണ് കേട്ടോ. അഗേവിന് അറ്റത്തൊരു മുള്ളുണ്ട്, ഇതിനതില്ല കേട്ടോ. നല്ല ചെടിയാണ്. അടുത്തത് നമ്മുടെ അക്കാലിഫയാണ്. അക്കാലിഫയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. 2-3 ശിഖരമൊക്കെ കണ്ടില്ലേ. നല്ല ഒരു 50 രൂപയ്ക്ക് വർത്തിയായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അക്കാലിഫ നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ. അടുത്ത നമ്മളുടെ ബേർഡ് ക്രോട്ടൺ ആണ്. ബേർഡ് ക്രോട്ടൺ നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. മിക്കവാറും ഈ ബേർഡ് ക്രോട്ടൺ നമ്മളുടെ കയ്യിൽ ഈ ഒരു പ്രാവശ്യം കൂടെ കാണാനുള്ള ചാൻസ് ഉള്ളു കേട്ടോ. ക്രോട്ടൺ പ്ലാന്റ്സുകളുടെയൊക്കെ കാലാവധി മിക്കവാറും തീരാറായിട്ടിരിക്കുകയാണ്. ഈ ടൈഗർ ക്രോട്ടൺ കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. പക്ഷേ ബേർഡ് ക്രോട്ടൺ ഇല്ല കേട്ടോ. ടൈഗർ ക്രോട്ടൺ നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഈ ക്രോട്ടനൊക്കെ നമുക്ക് ലോ കെയർ പ്ലാന്റ്സുകളാണ് കേട്ടോ. കുറേ അധികം ക്രോട്ടൺ പ്ലാന്റ്സുകൾ ഞാൻ ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയക്കുറവുള്ളവർക്ക് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സുകൾ. നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ലോ കെയറാണ്. കീടശല്യങ്ങളൊന്നുമില്ല.
അങ്ങനെയൊക്കെയുള്ള ചെടികളാണല്ലോ നമുക്ക് ഇഷ്ടമില്ല. ഗാർഡനൊക്കെ എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കണം, പക്ഷേ പണി ചെയ്യാതെ നല്ല ഭംഗിയായിട്ടിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ക്രോട്ടൺ ഉൾപ്പെടുത്തിക്കോളൂ കേട്ടോ. ഞാൻ കുറേ ക്രോട്ടൺ ഞാനും എൻ്റെ ഗാർഡൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പണി ചെയ്താൽ മതിയല്ലോ. ഈ ക്രോട്ടൺ എനിക്ക് പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്രോട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു ക്രോട്ടനാണ്. നമുക്ക് 40 രൂപ വരുന്ന റെഡ് നാരോ ക്രോട്ടൺ. ഭയങ്കര രസമല്ലേ അത്. നമ്മൾ ആ വലിയ പ്ലാന്റ് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്കറിയത്തുള്ളൂ. എൻ്റെ വിജയ തുമ്പ അയ്യോ തുമ്മി. അപ്പോൾ 40 രൂപയാണ് നമ്മളുടെ ഈ ക്രോട്ടൺ വരുന്നത്. നമ്മളുടെ 10 മണി ചെടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഈ ഒരു പിങ്ക് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ 10 മണി ചെടി. വൈറ്റും കുറച്ചുണ്ട് കേട്ടോ, വൈറ്റ്. അപ്പോൾ അതിനോട് ചോദിച്ചാൽ മതി, അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. നമ്മളുടെ ഈ മിനിയേച്ചർ പറയുമ്പോൾ കാണിച്ചില്ല 40 രൂപ, അതിൻ്റെ വലിയ പ്ലാന്റ്സാണ്. കുറച്ചുകൂടെ വലിയ ബുഷായിട്ട് വരുന്ന കുറച്ച് പ്ലാന്റാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഒരു ബോർഡർ പോലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. ഈ മിനിയേച്ചർ പാല എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. മിനിയേച്ചർ നന്ദ്യാർ വട്ടമെന്നും ഒക്കെ പറയുന്നുണ്ട്, ആണോ എന്തോ. പക്ഷേ നല്ല പ്ലാന്റാണ്, പൂക്കളൊക്കെ ഉണ്ടാവും, നല്ല പച്ചക്കളറും കളറ് ഭയങ്കര രസമല്ലേ. പക്ഷേ പുഴുശല്യം ഉണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ ലോറ പെറ്റാലമാണ്. ലോറ പെറ്റാലത്തിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ് കേട്ടോ. ഈ പിങ്ക് ഫ്ലവറോടൊക്കെ കൂടി നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഫ്ലവർ അല്ലേ. ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ ഒരേ കളറല്ല ഒരേപോലെ ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ലോറ പെറ്റാല. ലോറ പെറ്റാല നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ലോറ പെറ്റാലത്തിന് ഒരുപാട് കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യവും ഈ ലോറ പെറ്റാലത്തിന് വരുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് വരുന്നതാണ് നമ്മളുടെ വൈറ്റ് യൂജീനിയാണ്. വൈറ്റ് യൂജീനിയയുടെ ഒരു കാര്യം പറയാം കേട്ടോ. വൈറ്റ് യൂജീനിയ ഓരോ ചെടിയും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോ കളറിലിരിക്കും. ഇതിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പിക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ കളർ കിട്ടണം എന്നൊന്നുമില്ല. കണ്ടില്ലേ, ഇപ്പോൾ ഇതിപ്പോൾ കുറേ കളറുണ്ട്. വൈറ്റും ഗ്രീനും കൂടെ മിക്സാണ്, പ്യുവർ വൈറ്റ് അല്ല. കണ്ടോ, ഇത് കുറച്ചുകൂടെ പ്യുവറായിട്ട് വൈറ്റ് വരും. അപ്പം വൈറ്റ് യൂജീനിയ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സുകളായിരിക്കും തരുന്നത്. ഈ സെയിം കളർ തന്നെ കിട്ടണം എന്നില്ല കേട്ടോ. അടുത്തായിട്ട് നമ്മളുടെ റേറ്റ് വരുന്നത് പ്ലാന്റ് വരുന്നത് നമ്മളുടെ ഫിംഗർ അരേലിയാണ്. നല്ല യെല്ലോ ഷെയ്ഡ്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ചേച്ചി നല്ല യെല്ലോ ഉള്ളതായിരിക്കുമെന്ന്. നല്ല യെല്ലോ ഷെയ്ഡ് വരുന്നത് നമ്മളുടെ അരേലിയുടെ കാര്യം പറഞ്ഞ പോലാണ്. നല്ല ലൈറ്റ് കിട്ടുമ്പോഴാണ് നല്ല യെല്ലോ ഷെയ്ഡ് വരുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ കളറിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ് കുഞ്ഞു ചെടി കൊണ്ടുപോയി നിങ്ങൾ വാങ്ങിച്ചിട്ട് അപ്പോഴേ ലൈറ്റിൽ കൊണ്ട് വെക്കരുത് കേട്ടോ. എല്ലാം ഇത് ഇപ്പോഴത്തെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു പ്ലാന്റ്സുകളായതുകൊണ്ട് സർവൈവ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അടുത്ത് നമ്മളുടെ പിങ്ക് തെച്ചിയാണ്. പിങ്ക് തെച്ചിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത നമ്മളുടെ പണ്ടാനസാണ്. പണ്ടാനസ് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്ത നമ്മളുടെ കട്ടൺ പ്ലാന്റ് ആണ്. കട്ടൺ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ്. നമ്മളിങ്ങനെ എവിടെയെങ്കിലും കട്ടൺ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യം ഈ ചെടിക്ക് ഇല്ല. അടുത്ത നമ്മളുടെ വരുന്നത് വൈറ്റ് അരേലിയാണ്. ഈ വൈറ്റ് അരേലിക്ക് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. അടുത്തത് നമ്മളുടെ വയലറ്റ് കളറിലെ തെച്ചിയാണ്, 60 രൂപയാണ്. അടുത്ത നമ്മളുടെ മിൽക്കി ബാമ്പു ആണ്. മിൽക്കി ബാമ്പുവിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്. നമ്മളുടെ ചൈന ഡോൾ, ഇൻഡോറിലൊക്കെ പറ്റിയ അടിപൊളി ചൈന ഡോളാണ്. ചൈന ഡോളിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നും കേട്ടോ. അടുത്ത് നമുക്ക് വരുന്നത് മിൽക്കി ഡോട്ട് ബാമ്പു ആണ്. അതിന് നമുക്ക് റേറ്റ് വരുന്നത് 80 രൂപയാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ. ആ വൈറ്റ് പോട്ടിലൊക്കെ വരുമ്പോൾ ഭയങ്കര ലുക്കാണ്, നല്ല രസമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റുകളിലൊന്നാണ് ഈ മിൽക്കി ബാമ്പു. ലോ കെയർ ആണ്, ഒരുപാട് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്ത് നമ്മളുടെ ഈ നീഡിൽ ഗ്രാസ് ആണ്. നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് 10 രൂപയാണ്. നല്ല മണമൊക്കെയുള്ള യെസ്റ്റർഡേ ടുഡേ ടുമാറോ നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെടി തന്നെ 3 കളർ പൂക്കൾ നല്ല ഭംഗിയാക്കി നിൽക്കുന്നതാണ്. അപ്പോൾ എന്നോട് നാളെ ആൾക്കാർ ചോദിച്ചു, ചേച്ചി മണമുണ്ടോ എന്ന്. ശരി, ഇന്ന് നല്ല മണമുണ്ട്, ഞാൻ മണത്ത് നോക്കി കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മളുടെ പെന്നി വേർട്ടാണ്. പെന്നി വേർട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് 10 രൂപയാണ്. ഈ ആന്തൂര്യം നമുക്ക് കൊടുക്കാനില്ല. അപ്പോൾ ആരെങ്കിലും ആന്തൂര്യത്തിനൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിരുന്നാൽ മതി, അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ആന്തൂര്യം അങ്ങനെ പിന്നെ ഈ വില കൂടിയ പ്ലാന്റ്സുകളൊന്നും ഞാൻ ഉൾപ്പെടുത്താറില്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. അടുത്ത നമ്മളുടെ ഡ്വാർഫ് മുരായ അല്ലെങ്കിൽ മരമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന അതിൻ്റെ മരമുല്ലയുടെ ഡ്വാർഫ് കുറ്റി. അപ്പോൾ അതിന് നമുക്ക് റേറ്റ് വരുന്നത് 120 രൂപയാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. മേടിച്ച് വെക്കാത്തവർ ഇനിയും മേടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അത്ര നല്ലൊരു പ്ലാന്റാണ്. ലോ കെയർ ആണ്, നിറയെ പൂക്കളുണ്ട്, നല്ല സ്മെല്ലുമാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ വെച്ച് വളർത്താവുന്ന ഒരു മരം പോലെയുള്ള ഒരു ചെടിയാണ് ഈ മരമുല്ല. അടുത്തത് നമ്മൾക്ക് വരുന്നത് നമ്മളുടെ ഈ ടേബിൾ പാം എന്നൊക്കെയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ പേര് കറക്റ്റ് ടേബിൾ പാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതിനകത്തുനിന്ന് പുതിയ തൈകൾ വരത്തില്ല, അതുകൊണ്ട് 2 എണ്ണം വെച്ചാൽ കുറച്ച് നല്ല ഭംഗിയായിരിക്കും. ഈ തെറ്റിക്ക് നമുക്ക് 80 രൂപയാണ്.
ഈ തെച്ചിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഈ തെച്ചിയൊക്കെ നമ്മൾ മിക്കവാറും എല്ലാത്തിലും കാണിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയണ്ടായല്ലോ. പിന്നെ നമ്മളുടെ ഈ അൾട്ടർനാന്ധ്ര അല്ലെങ്കിൽ ചീര വിഭാഗത്തിൽ പെടുന്ന ഈ പ്ലാന്റ്സ് നമുക്ക് റേറ്റ് വരുന്നത് 20 രൂപയാണ്. വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്. ലോ കെയർ ആണ്. നല്ല ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കളർ കിട്ടും. അപ്പോൾ ലൈറ്റ് കുറഞ്ഞ ഒരു ഇച്ചിരി നരച്ച കളറിലിരിക്കും കേട്ടോ. പക്ഷേ നല്ല പ്ലാന്റാണ്. അടുത്തത് നമ്മളുടെ റെഡ് പാമാണ്. റെഡ് പാമിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. റെഡ് കളർ വരുന്നത് അത് കുറച്ചുകൂടെ വലുതാകുമ്പോഴാണ്, മച്ചുറായി വരുമ്പോഴാണ് അതിൻ്റെ സ്റ്റെമ്മ് റെഡ് കളർ വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ കളറിലായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് നീഡിൽ ഗ്രാസ് ആണ്. നീഡിൽ ഗ്രാസിന് വെറും 20 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല ഒരു പ്ലാന്റാണ്. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ലോ കെയർ ആണ്. ഇങ്ങനെ ലോണൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താൽ നല്ലൊരു പ്ലാന്റാണ്. അടുത്ത് നമ്മളുടെ എപ്പിസിയ പ്ലാന്റാണ്. എപ്പിസിയുടെ ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് 10 രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ. ഇത് നമ്മളുടെ ഒരു സാൻസുവേരയുടെ ഗ്രീൻ മാത്രം ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെയൊക്കെ കാണിച്ചിട്ടുള്ളത് നമ്മളുടെ ഗ്രീനും വൈറ്റും കൂടെ വരുന്നൊരു ഷെയ്ഡാണ്. പക്ഷേ ഇത് കണ്ടില്ല, ഭയങ്കര ഭംഗിയാണ്. ഒരു നല്ല ഗ്രീൻ കളർ വരുന്നത്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇതൊരു ട്രൈ കളർ വരുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ്. പേര് കറക്റ്റ് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. നമുക്ക് ലോ കെയറിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ്. നമുക്കിതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഇനി ഒരു നെക്സ്റ്റ് ക്രോട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു ക്രോട്ടൺ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ക്രോട്ടനാണ്. നല്ല ഭംഗിയുള്ള ഈ ക്രോട്ടൻ്റെ റേറ്റ് വരുന്നത്, ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഈ ക്രോട്ടൺ ഉൾപ്പെടുത്തുന്നത്, 60 രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രോട്ടനൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്, വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ക്രോട്ടന് റേറ്റ് വരുന്നതും 60 രൂപയാണ്. ഈ ക്രോട്ടൺ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്രേസ് ആണ്. ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത് വാങ്ങിക്കും എന്ന് വെച്ചാൽ ലോ കെയർ ആണ്. അപ്പോൾ നല്ല ഒരു പ്ലാന്റാണ് ക്രോട്ടൺ. അപ്പോൾ അടുത്ത് നമ്മുടെ റോസിഡ പ്ലാന്റ് ആണ്. റോസിഡയുടെ റെഡാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ യെല്ലോ അവൈലബിൾ അല്ല, റെഡ് അവൈലബിൾ ആയിട്ടുണ്ട്. യെല്ലോ എന്നോട് കഴിഞ്ഞ ദിവസം ആര് ചോദിച്ചായിരുന്നു, അപ്പോൾ അതില്ല കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മളുടെ വരുന്നത് കുറ്റിമുല്ലയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. നല്ല പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് നമ്മളുടെ കുഫിയ പ്ലാന്റാണ്. കുഫിയ പ്ലാന്റ് കൊണ്ട് എത്ര വലുപ്പമുള്ള പ്ലാന്റാണെന്ന് നോക്കി, ചെറിയ കുഞ്ഞു പ്ലാന്റൊന്നുമല്ല, നോക്കി എത്ര വലുപ്പമുള്ള ഒരു പ്ലാന്റാണ് കുഫിയ. ഈ കുഫിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സ് ഇല്ലേ എന്ന് ചോദിക്കേണ്ട, ഫ്രീ പ്ലാന്റ്സ് ഉണ്ട്. ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ കോറൽ വൈനാണ് കേട്ടോ. കോറൽ വൈന് നോക്കി എന്തുമാത്രം തേനീച്ചയെന്ന് നോക്കിയേ. എന്നിട്ട് ഈ തേനീച്ചയാണ് നമ്മളെ കിളിക്കൂടി കയറി കൂട് വെച്ചത് കേട്ടോ. നമ്മൾ സാഹസികമായി കൂട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടോ കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റുകളുണ്ട്, പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ കോറൽ വൈൻ വേണമെങ്കിൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ വെക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാതെ ബൈ.